ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവരുടെ തിരക്കഥയിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തുറുപ്പുകുലാൻ. 2006 പുറത്തിറങ്ങിയ ഈ ആക്ഷൻ കോമഡി ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു കുഞ്ഞുമോൻ എന്ന ഗുലാനായി എത്തിയത്. മമ്മൂട്ടിക്ക് പുറമെ സ്നേഹ ഇന്നസെന്റ്, ദേവൻ, കലാശ ബാബു, സുരേഷ് കൃഷ്ണ, ജഗദീഷ് ശ്രീകുമാർ, രാജീവ് കുമാർ, വിജയരാഘവൻ, സനികുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഖലീഫ, ബാബുരാജ് തുടങ്ങിയ മികച്ച താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. ഗുലാനിലെ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചും ഡാൻസിനെ കുറിച്ചും പറയുകയാണ് സംവിധായകൻ ജോണി ആന്റണി. സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വെറൈറ്റി വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഗുലാന്റെ കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജോണി ആന്റണി. ആദ്യമായി ഞാനും മമ്മൂക്കായും ഒരുമിച്ച് ചെയ്ത സിനിമ ഗുലാനായിരുന്നു. ആ സമയത്ത് രാജമാണിക്യം ഇറങ്ങിയിട്ട് ഹിറ്റടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്നെപ്പോലെ ഒരു സംവിധായകനിൽ നിന്നും തനിയാവർത്തനമോ അമരമോ പോലുള്ള സിനിമകളല്ലല്ലോ അദ്ദേഹം പ്രതീക്ഷിക്കുക എന്നായിരുന്നു. അതുകൊണ്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമെന്നായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഗുലാന്റെ കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയത്. പിന്നെ ആ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ മമ്മൂക്കായുടെ സജഷൻ ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസിന്റെ കാര്യം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം തോന്നിയ കാര്യമായിരുന്നു. അത് സത്യത്തിൽ ഗുലാന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആകുകയായിരുന്നു. ഗുലാൽ പിന്നെ ആ സിനിമയിൽ എന്ത് കാണിച്ചാലും ഓക്കെ ആയിരുന്നു. പിന്നീട് ഡാൻസ് ചെയ്യേണ്ട സീൻ വന്നാൽ ഗുലാന്റെ സ്റ്റെപ്പ് തെറ്റിയായാലും കുഴപ്പമില്ലാതായി. പിന്നീട് സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞ് കോമിക്കൊക്കെ വരെ ഇറങ്ങിയില്ലേ. ആ സിനിമ മമ്മൂക്ക കുട്ടികളെ പോലെ വളരെ ഈസിയായി വിവേക് ചെയ്ത പടമായിരുന്നു എനിക്ക് തോന്നുന്നത്. മമ്മൂക്ക ഇടത് കൈകൊണ്ട് അഭിനയിച്ച ഒരു പടം കൂടിയാണ് ഗുലാൻ എന്നാണ്. ഇടിയൊക്കെ ഇടത് കൈകൊണ്ടായിരുന്നു. എനിക്ക് മമ്മൂക്കയെ ഒരു കുട്ടിയായി കാണാനാണ് ഇഷ്ടം, ജോണി ആന്റണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.